കിരീടയുദ്ധം എന്ന് പറയുന്ന ടാസ്ക് ആദ്യഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ടാസ്ക്കാണ്. മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ടാസ്ക്കാണിത്. തൊപ്പി മാക്സിമം വലിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണെങ്കിലും അടി നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അനീഷ് തലയുടെ ഇടയിൽ മുഖം പൊത്തി കിടക്കുകയായിരുന്നു. ശ്വാസമൊക്കെ നല്ല രീതിയിൽ തന്നെ മുട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും പാതി തൊപ്പി ഷാനവാസ് ആൻഡ് ടീമിന് പറിച്ചെടുക്കാനായിട്ടുണ്ട്. അത് രേണുവാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. രേണുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഷാനവാസും അതേപോലെ തന്നെ അക്ബറുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആദ്യഘട്ടം ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ടാസ്കിൽ നിന്ന്, കിരീടയുദ്ധം എന്ന് പറയുന്ന ടാസ്കിൽ നിന്ന് അനീഷിൻ്റെ ടീം പുറത്തായിരിക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന ഒരു സൂപ്പർ പവറും കിട്ടുന്നതല്ല. അതായത് സൂപ്പർ പവർ അറിയാലോ, നോമിനേഷൻ മുക്തി ഇമ്മ്യൂണിറ്റി. ഫാമിലി ഈ പറയുന്ന കുറച്ചധികം സവിശേഷതകളുള്ള ടാസ്ക്കാണ്. അതൊന്നും ലഭിക്കാതെ ഈ ഒരു ടാസ്കിൽ നിന്ന് അനീഷ് ആൻഡ് ടീം പുറത്തായിരിക്കുകയാണ്. എന്തായാലും നല്ല പരിക്കുകൾ പറ്റിയിട്ടുണ്ട്.